അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ക്ലാസ്സിലാണ് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ പാഠം, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊന്നും മറക്കരുത്. അതൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ഏത് ടെൻസുകൾ 12 ടെൻസ് ഉണ്ടാവരുത്. ഒരു കാരണവശാലും മറക്കരുത്. ഇനി ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടതും ഉണ്ട്. മനസ്സിലായോ? കാരണം ആ ടെൻസ് വെച്ചിട്ടാണ് ഇനി എന്താവുന്നത്, പാസീവ് വോയിസ് നമ്മൾ കണ്ടെത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ശരിക്ക് അത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താവാം, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ്. അപ്പോൾ ട്രാൻസിറ്റീവ് ആൻഡ് intransitive verbs. മനസ്സിലായോ? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻട്രാൻസിറ്റീവ് എന്നിങ്ങനെ രണ്ട് വെർബുകളാണ് ഉള്ളത്. ഇംഗ്ലീഷിലെ വെർബ് മൊത്തം എടുത്തു നോക്കിയാൽ അത് ഈ രണ്ടെണ്ണത്തിൽ പെട്ടതായിരിക്കും. ഒന്നുകിൽ ട്രാൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആയിരിക്കും. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മുതാദ്ദി, മറ്റേത് ലാസിം. മനസ്സിലായോ? ഒന്നിലേക്ക് വിട്ടുകിടക്കുന്നതും വിട്ടുകിടക്കാത്തതും. അപ്പോൾ ട്രാൻസിറ്റീവ് verbs can either be transitive or intransitive. verbs വെർബുകൾ ഫിയലുകൾ can either be അവ ആയിരിക്കും, can be അത് ആയിരിക്കും, എന്തായിരിക്കും, either transitive or intransitive. either or എന്നാൽ either or. അപ്പോ either ശേഷം ഒരു noun ഉണ്ടാവും, ഇതിന് ശേഷം എന്താവും, ഒരു noun ഉണ്ടാവും. അപ്പോ ഇതോ അല്ലെങ്കിൽ ഇതോ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. മനസ്സിലായോ? ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും either or എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? പിന്നെ neither nor. അപ്പോ neither nor എന്ന് പറഞ്ഞാലോ അതുമില്ല ഇതുമില്ല. മനസ്സിലായോ? അപ്പോ verbs can either be transitive or intransitive. വെർബുകൾ can be അവ ആയിരിക്കും either transitive, ഒന്നുകിൽ എന്തായിരിക്കും ട്രാൻസിറ്റീവ് ആയിരിക്കും, or അല്ലെങ്കിൽ എന്തായിരിക്കും ഇൻട്രാൻസിറ്റീവ്, അല്ലെങ്കിൽ എന്തായിരിക്കും അവ ഇൻട്രാൻസിറ്റീവ് വെർബുകളായിരിക്കും. ഇനി ട്രാൻസിറ്റീവ് verbs require a direct object. ട്രാൻസിറ്റീവ് അപ്പോൾ എന്തായിരിക്കും, വെർബുകൾ മൊത്തം രണ്ട് തരം. ഏതൊക്കെയാണ്? ഒന്നുകിൽ ട്രാൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വെർബ്സുകളായിരിക്കും. മനസ്സിലായോ? വെർബുകൾ രണ്ട് തരം. മൂന്നാമത് വെർബ് ഉണ്ടോ? ഇല്ല. വെർബുകളെ മൊത്തത്തിൽ തരംതിരിച്ചാൽ എന്തായിരിക്കും, രണ്ട് തരമാണ്. ഒന്ന് വിട്ടുകിടക്കുന്നതും മറ്റേത് വിട്ടുകിടക്കാത്തതും. അപ്പോ വെർബുകൾ can either be transitive or intransitive. ഒന്നുകിൽ ട്രാൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആയിരിക്കും വെർബുകൾ മൊത്തത്തിൽ. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത്? ട്രാൻസിറ്റീവ് വെർബ്സ്, ട്രാൻസിറ്റീവ് ആയ വെർബുകൾ റിക്വയർ അതെന്താവുന്നു, ആവശ്യമാവുന്നു. എന്തിനിക്ക്? എ ഡയറക്റ്റ് ഒബ്ജക്ഷൻ. അതെന്താവുന്നു, നിർദ്ദേശിക്കുന്നു, എന്ത് ആവശ്യമാക്കുന്നു, എന്തിനിക്ക്? എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒരു ഡയറക്റ്റ് ആയ ഒരു വസ്തുവിനെ. മനസ്സിലായി? ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ എന്ത് ആവശ്യമാക്കുന്നു? ഈ ട്രാൻസിറ്റീവ് വെർബ് എന്താവുന്നു, ആവശ്യമാക്കുന്നു, തേടുന്നു. അപ്പൊ ട്രാൻസിറ്റീവ് വെർബിനെ തേടുന്ന ട്രാൻസിറ്റീവ് വെർബ് എന്താവുന്നു, തേടുന്നു. എന്തിനിക്ക്? ഈ ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ തേടുന്ന വെർബാവുന്നു ഏത്? ട്രാൻസിറ്റീവ്. മനസ്സിലായല്ലോ? ട്രാൻസിറ്റീവ് വെർബ് എന്തിനെ തേടുന്നു? ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ തേടുന്നു. ഏത്? നമ്മുടെ ഈ ട്രാൻസിറ്റീവ് വെർബുകൾ. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ് റിക്വയർ അത് തേടുന്നു. എന്തിനെ? എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒരു നേരിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷിലെ ഘടന. അപ്പോ ട്രാൻസിറ്റീവ് വെർബ് റിക്വയർ അത് തേടുന്നു. എന്തിനെ? എ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ തേടുന്നു. ഏത്?
വെർബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് ആണെങ്കിൽ എന്തായിരിക്കും? അത് നേരെ ഒരു മഫ്ഊലിലേക്ക് വിട്ടു കിടക്കുന്നതാണ്. അതാണ് എന്ത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോ ഇൻട്രാൻസിറ്റീവ് വെർബ്, ഇൻട്രാൻസിറ്റീവ് ആയ വെർബുകൾ cannot have a object, cannot have a object. അതിനെന്തില്ല? ഒരു മഫ്ഊൽ ഉണ്ടാവുകയില്ല. മനസ്സിലായോ? അപ്പോൾ ട്രാൻസിറ്റീവ് വെർബ് റിക്വയർ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് തമ്മിലുള്ള വ്യത്യാസം എന്ത്? ട്രാൻസിറ്റീവ് വെർബ് ഡയറക്റ്റ് റിക്വയർ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആ ട്രാൻസിറ്റീവ് വെർബ് എന്താവുന്നു? നേരെയുള്ള ഒരു മഫ്ഊലിനെ എന്താവുന്നു? തേടുന്നു. അപ്പോൾ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത് എന്താണ്? ട്രാൻസിറ്റീവും. അപ്പോൾ ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? that cannot have any object, cannot have an object. അതിനെന്തില്ല? ഒരു മഫ്ഊൽ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള വെർബിനെയാണ് എന്താ പറയുക? ഇൻട്രാൻസിറ്റീവ്. മനസ്സിലായി? ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത്? മഫ്ഊൽ ഇല്ലാത്തത്. ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ cannot have, cannot അതിനില്ല എന്ത്? a object, cannot have അതിനില്ല എന്ത്? a object, ഒരു ഒബ്ജക്റ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു വെർബിനെയാണ് എന്ത് പറയാ? cannot have an object, ഒരു മഫ്ഊൽ ഇല്ല. അങ്ങനെയുള്ള വെർബിനെയാണ് എന്ത് പറയാ? ഈ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ ഇൻട്രാൻസിറ്റീവ് മൊത്തത്തിൽ രണ്ടെണ്ണം. ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഒരു മഫ്ഊലിലേക്ക് വിട്ട് കിടക്കുന്നത്. ആ പേര് വന്നാൽ എന്താവണം? ഒരു മഫ്ഊൽ ഉണ്ടാവണം. അടിച്ചു. അപ്പൊ അടി എന്താവുന്നു? വായിക്ക കൊടുത്തത്. ആരെ ചെള്ളക്ക കൊടുത്തത്? അപ്പൊ ഒരു മഫ്ഊലിനെ തേടുന്നുണ്ടല്ലോ. ആ മഫ്ഊലിനെ തേടുന്നതാണ് ഏത്? എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ തേടുന്ന വെർബാണ് ഏത്? ട്രാൻസിറ്റീവ് വെർബുകൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എഴുതി, എന്ത് എഴുതി എന്ന് ചോദിക്കൂലേ? അപ്പൊ എന്താണ്? അത് ട്രാൻസിറ്റീവ് ആണ്. ഈ ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ cannot have a object. അതിനെന്തില്ല? ഒരു മഫ്ഊൽ ഉണ്ടാവുകയില്ല. ഉറങ്ങി. എന്തുറങ്ങി ചോദിക്കുവോ? ഇല്ല. മനസ്സിലായല്ലോ? എന്തിനെ ഉറങ്ങി ചോദിക്കുവോ? ഇല്ല. അപ്പൊ അതാണ് ഇത് ഇൻട്രാൻസിറ്റീവ്. അപ്പൊ ട്രാൻസിറ്റീവും ഇൻട്രാൻസിറ്റീവും മനസ്സിലായല്ലോ? അപ്പൊ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത് ട്രാൻസിറ്റീവും, മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്തത് ഏത്? ഇൻട്രാൻസിറ്റീവും. Many verbs, ധാരാളം വെർബുകൾ can be, അത് ആയേക്കാം. എന്തായേക്കാം? ട്രാൻസിറ്റീവ്. അതെന്തായേക്കാം? ട്രാൻസിറ്റീവ് ആയേക്കാം. or intransitive, അല്ലെങ്കിൽ എന്തായേക്കാം? കൂടുതൽ വെർബുകളും ട്രാൻസിറ്റീവ് ആയേക്കാം, അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആയേക്കാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നത്, ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മഫ്ഊലിലേക്ക് വിട്ടുകിടക്കാത്തത്. അപ്പോൾ many verbs, ധാരാളം വെർബുകൾ can be transitive, അതെന്തായേക്കാം? ട്രാൻസിറ്റീവ് ആയേക്കാം. or intransitive, അല്ലെങ്കിൽ എന്തായേക്കാം? ഇൻട്രാൻസിറ്റീവ് ആയേക്കാം. എങ്ങനെ? ഡിപെൻഡിങ് ഓൺ കോണ്ടെക്സ്റ്റ്. അത് എന്തിനെ മേൽ ആശ്രയിച്ചുകൊണ്ട് കോണ്ടെക്സ്റ്റ്, സന്ദർഭം, സാഹചര്യത്തിന്റെ മേൽ ആശ്രയിച്ചുകൊണ്ട് എന്തായേക്കാം? ധാരാളം വെർബുകൾ ട്രാൻസിറ്റീവ് ആയേക്കാം, ധാരാളം വെർബുകൾ ഇൻട്രാൻസിറ്റീവ് ആയേക്കാം. മനസ്സിലായല്ലോ? അപ്പോ many verbs, ധാരാളം വെർബുകൾ can be transitive, അത് ട്രാൻസിറ്റീവ് ആയേക്കാം, or intransitive അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് ആയേക്കാം. എങ്ങനെ? ഡിപെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ്, അതിന്റെ സന്ദർഭ സാഹചര്യത്തിന്റെ മേൽ ആശ്രയിച്ചുകൊണ്ട് ചിലപ്പോൾ അതെന്തായേക്കാം? ട്രാൻസിറ്റീവ് ആയേക്കാം, ചിലപ്പോൾ ഇൻട്രാൻസിറ്റീവ് ആയേക്കാം. മനസ്സിലായല്ലോ? നമുക്ക് ട്രാൻസിറ്റീവിനുള്ള ഉദാഹരണം നോക്കാം. ട്രാൻസിറ്റീവ് I baked, ഞാൻ പാചകം ചെയ്തു. I baked, ഞാൻ പാചകം ചെയ്തു. Baked, ഞാൻ എന്ത് ചെയ്തു? പാചകം ചെയ്തു. Some cookies, കുറച്ച് മുട്ടായികൾ. മനസ്സിലായോ? കുറച്ച് മധുര പലഹാരം, മിഠായികൾ ഞാൻ എന്ത് ചെയ്തു? പാചകം ചെയ്തു. അപ്പോ ഞാൻ പാചകം ചെയ്തു. അപ്പൊ ചോദിക്കൂലേ? ഉമ്മ പറഞ്ഞു ഞാൻ പാചകം ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കൂലേ? എന്താ ഉമ്മ ഇന്ന് പാചകം ചെയ്യുന്നത് ചോദിക്കൂലേ? അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും? ബിരിയാണി ആയിരിക്കും ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ എന്തായിരിക്കും? ചായക്കുള്ള സ്നാക്സ് ആയിരിക്കും പാചകം ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ എന്ത്? ഉമ്മ ചെയ്ത പാചകം എന്ത്? എന്താവുന്നു? ഒരു ഒബ്ജക്റ്റിലേക്ക് അത് വിട്ടുകിടക്കുന്നു. അപ്പൊ അതിലേക്ക് എന്ന് പറയുന്നു ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. മനസ്സിലായോ? അതിലേക്ക് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നു. ഇവിടെ I baked some cookies, അല്പം മിഠായികൾ ഞാൻ എന്ത് ചെയ്തു? പാചകം ചെയ്തെടുത്തു. മധുര പലഹാരങ്ങൾ ഞാൻ പാചകം ചെയ്തെടുത്തു. മനസ്സിലായോ? അപ്പൊ ഞാൻ ചെയ്ത പാചകം എന്ത്? ബിരിയാണി വെച്ചതാണോ? സ്നാക്സ് ഉണ്ടാക്കിയതാണോ? മറ്റു മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിയതാണോ? അപ്പൊ
അപ്പോൾ പാചകം ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് എന്താവുന്നു വിട്ടുകിടക്കുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ട്രാൻസിറ്റീവ് വെർബിൽ പെടുന്നു. ഐ റോഡ് ദി ബൈസിക്കിൾ. ഞാൻ എന്ത് ചെയ്തു? ബൈസൈക്കിൾ ഓടിച്ചു. മനസ്സിലായോ? ഞാനൊരു ബൈസൈക്കിൾ ഓടിച്ചു. അപ്പൊ റോഡ്, റൈഡിന്റെ പാസ്റ്റ് ആണ് ഇത് റോഡ്. ഐ റോഡ്, ഞാൻ എന്ത് ചെയ്തു? ഓടിച്ചു. എന്ത് ഓടിച്ചു? ബൈക്കാണോ? 4 ടയറുള്ള സൈക്കിളാണോ? 2 ടയറുള്ള സൈക്കിളാണോ? സൈക്കിൾ തന്നെ വലുതാണോ? മോട്ടോർ സൈക്കിളാണോ? മനസ്സിലായോ? അപ്പൊ ഞാനൊരു ബൈസൈക്കിൾ ഓടിച്ചു. മനസ്സിലായോ? അപ്പൊ ഇതെന്താവുന്നു? ഒരു എന്തിനെ ഓടിച്ചു എന്ന് ചോദിക്കുന്നു. കാർ ഓടിച്ചു എന്നാണോ? ബൈക്ക് ഓടിച്ചു എന്നാണോ? സൈക്കിൾ ഓടിച്ചു എന്നാണോ? അവിടെ പലതും ഓടിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? ഒരു മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നു, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റിലേക്ക് അത് വിട്ടുകിടക്കുന്നു. അപ്പോൾ അതിലേക്ക് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ്. മനസ്സിലായോ? അതിലേക്ക് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് എന്നുള്ളത്. പിന്നെ he sent. അപ്പൊ അതവിടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ട്രാൻസിറ്റീവ് ആവുന്നു, ഇൻട്രാൻസിറ്റീവ് ആവും. അത് നമുക്ക് മൊത്തം കായിക വായിക്കാം. ഇനി ഏകദേശം നമുക്ക് ഉദാഹരണത്തിലേക്ക് വരാം. ട്രാൻസിറ്റീവ് വെർബ്, ഒരു ട്രാൻസിറ്റീവ് ആയ വെർബ്. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യമാണ് തേടി വരുന്ന ഒരു വെർബിനേക്ക് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വെർബ്. ഒരു മഫൂലിലേക്ക് വിട്ടെടുക്കുന്ന വെർബിനേക്ക് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് can also have an indirect object. അതിനുണ്ടായേക്കാം can have, അതിനുണ്ടായേക്കാം എന്ത്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒരു ഇൻഡയറക്റ്റ് ആയ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായേക്കാം. മനസ്സിലായോ? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസിറ്റീവ് വെർബ്, ഒരു ട്രാൻസിറ്റീവ് വെർബിനിക്ക് ആൾസോ ക്യാൻ, ക്യാൻ ഹാവ്, അതിന് ഉണ്ടായേക്കാം എന്ത്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒരു ഇൻഡയറക്റ്റ് ആയ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായേക്കാം. ദാറ്റ് പ്രൊസീഡ്, അതെന്താവുന്നു? മുന്നോട്ടേക്ക് വരുന്നു. ദാറ്റ് പ്രിസീഡ്സ്, സോറി പ്രൊസീഡ് അല്ല, പ്രിസീഡ്സ്, അതെന്താവുന്നു? മുന്നോട്ടേക്ക് വരുന്നു, മുന്നേ വരുന്നു. പ്രിസീഡ് അതെന്താവുന്നു? മുന്നോട്ടേക്ക് വരുന്നു, മുന്നിൽ വരുന്നു. ദാറ്റ് പ്രിസീഡ്സ്, അതെന്താവുന്നു? മുന്നോട്ടേക്ക് വരുന്നു, മുന്നിൽ വരുന്നു. ദി ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റിനേക്കാളും മുന്നിൽ വരുന്നു. അങ്ങനെയുള്ള ഒരു ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് ഉണ്ടാവും എന്തിരിക്കും? ട്രാൻസിറ്റീവായ വെർബുകൾ. അപ്പോ ട്രാൻസിറ്റീവ് വെർബ്, ഒരു ട്രാൻസിറ്റീവ് വെർബിലേക്ക് can have also, അതിന് ഉണ്ടായേക്കാം എന്തുണ്ടാവും? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒരു ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് ഉണ്ടായേക്കാം. ദാറ്റ് റിസൾട്ട്സ്, അതെന്താവുന്നു? മുന്നിൽ വരുന്നു. എന്തിന്റെ? ദി ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റിനേക്കാളും മുന്നിൽ വരും എന്ത്? ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്. അങ്ങനെയുള്ള ഒരു ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് എന്തിനിക്കുണ്ടാവും? നമ്മുടെ ഈ ട്രാൻസിറ്റീവായ വെർബിനിക്കും ഉണ്ടാവും. മനസ്സിലായോ? ട്രാൻസിറ്റീവ് വെർബിന് ഡയറക്റ്റ് ഒബ്ജക്റ്റിനേക്കാളും മുന്നിൽ വരുന്ന ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്തിനിക്കുണ്ട്? ഈ ട്രാൻസിറ്റീവ് വെർബിനിക്ക് ഉണ്ടായേക്കാം, ഉണ്ടാവും. ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് ടെൽസ്, അതെന്താവുന്നു? പറഞ്ഞു തരുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്, അപ്പൊ ഒബ്ജക്റ്റ് എന്താവുന്നത്? 2 തരമുണ്ട്. ഏതൊക്കെ? ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റും രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതേതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്? രണ്ടാമത്തേത് ഇൻഡയറക്റ്റ്. മനസ്സിലായോ? അപ്പൊ ഈ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു, എന്തയച്ചു? കത്ത് അയച്ചു. അപ്പൊ കത്ത് എന്താണ്? അത് ഡയറക്റ്റ് ആണ്. ഞാൻ എന്റെ ഉപ്പാക്ക് ഒരു കത്ത് എഴുതി. മനസ്സിലായോ? അപ്പൊ ആ കത്ത് എന്നുള്ളത് എന്താണ്? ഡയറക്റ്റ് ആണ്. മനസ്സിലായോ? അതെന്താണെന്നു? കത്ത്, ഞാൻ എഴുതി, കത്ത് എഴുതി. പിന്നെ ഈ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് അതേതാ? എന്റെ ഉപ്പാക്ക് ഞാൻ കത്ത് എഴുതി. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഉപ്പ, ഉമ്മ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ, അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ. മനസ്സിലായോ? ഉപ്പാക്ക് ഞാൻ കത്ത് കൊടുത്തയച്ചു. അപ്പൊ നമ്മൾ അയക്കുന്ന സാധനം കത്ത്, അത് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്? ഉപ്പാക്ക്. അപ്പൊ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ ടെൽസ്, അത് നമ്മോട് പറഞ്ഞു തരുന്നു എന്ത്? ടു, ആർക്കാണ്, അല്ലെങ്കിൽ ഫോർ ഹൂം, ആർക്ക് വേണ്ടിയാണ്. മനസ്സിലായോ? അതെന്താണ്? ടെൽസ്, ആ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് ടെൽസ്, അത് നമ്മോട് പറഞ്ഞു തരുന്നു. എന്ത് പറഞ്ഞു തരുന്നു? ടു, ആർക്കാണ് എന്ന് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ഫോർ ഹൂം, ആർക്കാണ്, മറ്റേത് ആർക്ക് വേണ്ടിയാണോ, മറ്റേത് ഒന്ന് ആരിലേക്കാണോ, മറ്റേത് ആർക്ക് വേണ്ടിയാണോ. എന്ത്? ദി ആക്ഷൻ ഈസ് ഡൺ, ആ
പ്രവൃത്തി ചെയ്യപ്പെട്ടത്. അപ്പൊ ആർക്ക് വേണ്ടിയാണോ നമ്മുടെ പ്രവൃത്തി ചെയ്യപ്പെട്ടത് എന്നത് പറഞ്ഞു തരുന്ന ഒബ്ജക്റ്റ് ആവുന്നു ഏത്? ഇൻഡയറക്റ്റ്. മനസ്സിലായി? ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ that tells, അത് പറഞ്ഞു തരുന്നു എന്ത്? to or whom, to or for whom, ആർക്ക് വേണ്ടിയാണ് that action is done, ആ പ്രവൃത്തി ചെയ്യപ്പെട്ടത് എന്ന് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. മനസ്സിലായോ? അപ്പൊ കത്ത് എഴുതി, അത് ആർക്ക് എഴുതി എന്നത് പറഞ്ഞു തരുന്ന വസ്തുവാണ് ഏത്? ഈ ഇൻഡയറക്റ്റ്. എന്റെ ഉപ്പാക്ക് ഞാൻ കത്ത് എഴുതി, അപ്പൊ ഉപ്പാക്ക് എന്താവുന്നു? ഐ wrote a letter to my father. മനസ്സിലായോ? അപ്പൊ ഈ ഫാദർ എന്നതാണ് ആർക്കാണ് കത്ത് എഴുതിയത്? അതാണ് ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്. ഡയറക്റ്റ് ഒബ്ജക്റ്റോ ഞാൻ എഴുതിയ വസ്തു എന്ത്? കത്ത്. അപ്പൊ അതെന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റും ആവുന്നു. മനസ്സിലായോ? അപ്പൊ ഡയറക്റ്റ് ഒബ്ജക്റ്റ് മനസ്സിലാക്കുക, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസിറ്റീവ് ആയ വെർബിനിക്ക് എന്തൊക്കെ ഉണ്ടാവും? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് റിസൾട്ട്സ്, അത് മുന്നിൽ വരുന്നു എന്തിന്റെ? ദി ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഡയറക്റ്റ് ആയ ഒബ്ജക്റ്റിന് മുന്നിൽ വരുന്നു ഈ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്. അങ്ങനെ അതാകും ദി ആക്ഷൻ ഈസ് ഡൺ, ആ പ്രവൃത്തി ചെയ്യപ്പെട്ടത് ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു തരുന്ന വസ്തുവാകുന്നു ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്. ആൾദോ അങ്ങനെയൊക്കെ ആണെങ്കിലും ദി വേർഡ്സ്, ആ വേർഡ് ഇൻഡയറക്റ്റ് ആയ വേർഡുകൾ ഒബ്ജക്റ്റുകൾ ടു ആൻഡ് ഫോർ, ടു എന്നോ ഫോർ എന്നോ ആർ നോട്ട് യൂസ്ഡ്. അപ്പൊ ടു എന്നോ ഫോർ എന്നോ ആർ നോട്ട് യൂസ്ഡ്, എന്താക്കപ്പെടുകയില്ല? ഉപയോഗിക്കപ്പെടുകയില്ല. മനസ്സിലായല്ലോ? അപ്പൊ ടു എന്നോ ഫോർ എന്നോ ഈ ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റിൽ എന്താവുകയില്ല, അതിനു മുമ്പ് ഉപയോഗിക്കപ്പെടുകയില്ല. അതിനുള്ള ഉദാഹരണം നോക്കാം. ഐ സെന്റ്, ഹി സെന്റ്, അവൻ അയച്ചു. ഹി സെന്റ്, അവൻ അയച്ചു. എന്തയച്ചു? ആർക്കയച്ചു? റോബോട്ട്. റോബോട്ടിന് അയച്ചു. അവന്റെ ജ്യേഷ്ഠനായ അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ആണ് റോബോട്ട്. മനസ്സിലായോ? അപ്പൊ he sent, അവൻ അയച്ചു. എന്തയച്ചു? he sent, അവൻ അയച്ചു. എന്ത്? കത്താണ് അയച്ചത്. മനസ്സിലായോ? he sent letter, അവൻ ഒരു കത്ത് അയച്ചു. ആർക്കാണ് അയക്കുന്നത്? അപ്പൊ ഇവിടെ അയക്കുന്ന വസ്തു ഏതാണ്? ലെറ്റർ ആണ്. അവൻ അയക്കുന്നത് ലെറ്റർ ആണ്. പക്ഷെ ആർക്കാണ് അയക്കുന്നത്? ടു. ആരാണ്? റോബർട്ട്. അപ്പൊ റോബർട്ട് എന്നയാൾക്ക് അയച്ചു. റോബർട്ട് എന്നയാൾക്ക് അയച്ചു. എന്തയച്ചു? കത്താണ് അയച്ചത്. മനസ്സിലായി? ലെറ്റർ, കത്ത് അയച്ചു. അപ്പൊ ഇവിടെ അയച്ച ഡയറക്റ്റ് വസ്തു ഒബ്ജക്റ്റ് ഏത്? ഈ ലെറ്റർ ആണ് അയച്ചത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ട്രാൻസിറ്റീവായ വെർബുകളിൽ എന്ത് മുന്നിൽ വരും? റിസൾട്ട്സ് ആയി വരും, മുന്നിൽ വരും എന്ന് പറഞ്ഞു. ഇൻഡയറക്റ്റ് ആയ ഈ റോബർട്ട് എന്ന പോലെയുള്ള വസ്തു എന്താവുന്ന ഒബ്ജക്റ്റുകൾ മുന്നിൽ വരുന്നു. എന്തിനേക്കാളും? ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റിനേക്കാളും മുന്നിൽ വരുന്നു ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ്. നമ്മൾ ഡയറക്റ്റ് ആയി ചെയ്യുന്നത് കത്തയക്കുക. പക്ഷെ എന്തായിട്ടില്ല ഇവിടെ? നോട്ട് യൂസ്ഡ് ഏത്? ടു ഓർ ഫോർ എന്നത് എന്തായിട്ടില്ല ഇവിടെ? ഉപയോഗിക്കപ്പെട്ടില്ല. ഇവിടെ ടു എന്ന് ഉപയോഗിച്ചോ? ടു റോബർട്ട് എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ മുന്നിലേക്ക് വരുമ്പോൾ എന്താവില്ല? ഈ ഇൻഡയറക്റ്റ് ആയി വരുന്ന ഒബ്ജക്റ്റിന് മുമ്പ് ടു എന്നോ ഫോർ എന്നോ ഉപയോഗിക്കപ്പെടുകയില്ല. ഐ സെന്റ്, ഞാൻ അയച്ചു. റോബർട്ട് എന്ന ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റിന് ഞാൻ അയച്ചു. എന്തയച്ചു? ഡയറക്റ്റ് ആയ ഈ ഒബ്ജക്റ്റ് അയച്ചു, കത്ത് അയച്ചു. മനസ്സിലായല്ലോ? she gave, അവൾ നൽകി. she gave her class, അവൾ അവളുടെ ക്ലാസ്സിലേക്ക് നൽകി. എന്ത്? ദി ലെക്ചർ, അധ്യാപനം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? അവൾ നേരിട്ട് കൊടുത്ത സാധനം എന്താ? ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന പ്രവൃത്തിയാണ് അവൾ ചെയ്തത്. she gave lecture, അവൾ എന്ത് ചെയ്തു? ക്ലാസ് എടുത്ത് കൊടുത്തു. ആർക്കാണ് കൊടുത്തത്? അവളുടെ ക്ലാസ്, അവളുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തു? അധ്യാപനം നടത്തി കൊടുത്തു. പക്ഷെ എന്ത് പറഞ്ഞു? she gave, അവൾ നൽകി. എന്ത് നൽകി? ദി ക്ലാസ്, her class, അവളുടെ ക്ലാസ്സിലേക്ക് നൽകി. അതെന്താണ്? ക്ലാസ്സിലേക്ക് നൽകി എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് ഇൻഡയറക്റ്റ് ആയ വസ്തുവാണ്. മനസ്സിലായോ? ഇൻഡയറക്റ്റ് ആയ ഒബ്ജക്റ്റ് ആണ്. ആ ഇൻഡയറക്റ്റ് ആയ വസ്തു എന്ത് ചെയ്തു? ഡയറക്റ്റ് ഒബ്ജക്റ്റിനേക്കാളും മുന്നിൽ വന്നു. അവിടെ എന്തായിട്ടില്ല? ടു എന്നോ ഫോർ എന്നോ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മള് ട്രാൻസിറ്റീവ് ആയ വെർബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മഫൂലിലേക്ക് വിട്ടുകിടക്കുന്നതാണ്. അപ്പോൾ മഫൂൽ എന്നതിന്റെ രണ്ട് വിധമുണ്ട്. ഒന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ എന്താവും? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്തായും ഡയറക്റ്റ് ഒബ്ജക്റ്റിനേക്കാളും മുന്നിൽ വരും. പക്ഷെ എന്താവുകയില്ല? അവിടെ ടു
ടു എന്നോ ഫോർ എന്നോ ഉപയോഗിക്കപ്പെടുകയില്ല. ഇനി അപ്പൊ നമ്മൾ ട്രാൻസിറ്റീവിന്റെ ചർച്ച കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഏത് ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇൻട്രാൻസിറ്റീവ് വെർബ് cannot have any object. അതിനുണ്ടാവുകയില്ല, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുകയില്ല. ഐ ലെഫ്റ്റ്, ഞാൻ എന്ത് ചെയ്തു? ചിരിച്ചു. ഐ ലെഫ്റ്റ്, ഞാൻ ചിരിച്ചു. ലെഫ്റ്റ്, ചിരിക്കുക. ഐ ലെഫ്റ്റ്, ഞാൻ ചിരിച്ചു. എന്ത് ചിരിച്ചു ചോദിക്കോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ ചിരിക്കുക എന്നതുണ്ടാകുന്നില്ല, ഒരു മഫ്ഊലിലേക്ക്, ഒരു ഒബ്ജക്റ്റിലേക്ക് വിട്ടു കിടക്കുന്നില്ല. പക്ഷെ ആരെ അടിച്ചു എന്ന് ചോദിക്കും. അപ്പൊ അതെന്താവും? ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. പക്ഷെ ഐ ലെഫ്റ്റ്, ഞാൻ ചിരിച്ചു. എന്ത് ചിരിച്ചു ചോദിക്കുവോ? ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇൻട്രാൻസിറ്റീവും ട്രാൻസിറ്റീവും മനസ്സിലാക്കിയിട്ട്, ട്രാൻസിറ്റീവ് എന്നാണ് മഫ്ഊലിലേക്ക് വിട്ടെടുക്കുന്നത്, ഇൻട്രാൻസിറ്റീവ് എന്നാണ് മഫ്ഊലിലേക്ക് വിട്ടെടുക്കാത്തത്. മഫ്ഊലിലേക്ക് വിട്ടെടുക്കാത്തതിനുള്ള ഉദാഹരണമാണ് ഇത് ഈ ലെഫ്റ്റ്, ചിരിക്കുക എന്നുള്ളത്. ഐ ക്രൈഡ്, ഞാൻ കരഞ്ഞു. എന്ത് കരഞ്ഞു ചോദിക്കുവോ? ഇല്ല. ദിസ് ബുക്ക്, ഈ ബുക്ക്, സീൻസ്, അത് തോന്നിപ്പിക്കുന്നു, ഗുഡ്, നല്ലതായി തോന്നിപ്പിക്കുന്നു, ടു മീ, എനിക്ക് നല്ലതായി ഈ ബുക്ക് തോന്നിപ്പിക്കുന്നു. മനസ്സിലായോ? അവിടെ എന്തായിട്ടില്ല, മഫ്ഊലിലേക്ക് വിട്ടു കടന്നിട്ടില്ല. ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ്, അതെന്താവുന്നു? നല്ല മധുരം തോന്നിപ്പിക്കുന്നു, രുചിക്കുന്നു. മനസ്സിലായോ? അതെന്തായി? മഫ്ഊലിലേക്ക് വിട്ടു കടക്കുന്നില്ല, മധുരം തോന്നിപ്പിക്കുന്നു. മനസ്സിലായോ? നല്ല മധുരമുള്ളതാവുന്നു. ഇനി അപ്പൊ നമ്മൾ ട്രാൻസിറ്റീവ് കഴിഞ്ഞു, ഇൻട്രാൻസിറ്റീവും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തുകൂടി പറയണ്ടേ? മെനി വേർബ്സ്, ധാരാളം വെർബുകൾ. മെനി വേർബ്, ധാരാളം വെർബുകൾ. അതെന്തായേക്കാം? ക്യാൻ ബി ട്രാൻസിറ്റീവ് ഓർ ഇൻട്രാൻസിറ്റീവ്. അതെന്തായേക്കാം? ട്രാൻസിറ്റീവ് ആയേക്കാം, ഇൻട്രാൻസിറ്റീവ് ആയേക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. ആ സന്ദർഭ സാഹചര്യത്തിനനുസരിച്ച് അതെന്തായേക്കാം? ട്രാൻസിറ്റീവോ ഇൻട്രാൻസിറ്റീവോ ആയേക്കാം. അതിനുള്ള ഉദാഹരണം കൂടി നമുക്ക് പറയാം. ഏത്? ഈ ഓന്തികളെ പോലെയുള്ള. മനസ്സിലായോ? ചില സന്ദർഭത്തിനനുസരിച്ച് ആ വെർബുകൾ എന്താവും? മാറി മറിയും. മനസ്സിലായോ? അങ്ങനെയുള്ള വെർബുകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. They cheered, അവർ ആനന്ദിച്ചു. ആനന്ദിച്ചു. They cheered, അവർ എന്ത് ചെയ്തു? Cheer girls, കണ്ടില്ലേ? അപ്പൊ they cheered, അവർ എന്ത് ചെയ്തു? They cheered, അവർ ആനന്ദിപ്പിച്ചു. മനസ്സിലായോ? സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ അവർ സന്തോഷിപ്പിച്ചു, സന്തോഷിച്ചു. അപ്പൊ ഇവിടെ എന്താവും? അവർ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു, ആഹ്ലാദ തിമർപ്പിലായി. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താവില്ല? മഫ്ഊല് ചോദിക്കൂലായി. പക്ഷേ they cheered the band, they cheered the band, they cheered the band. അവരെന്തായി? ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ. മനസ്സിലായോ? ബാൻഡ്, ഒരു കൂട്ടം ആളുകൾ. അപ്പൊ they cheered, അവർ ആനന്ദിപ്പിച്ചു. മറ്റേത് തിമിർത്തു. മനസ്സിലായോ? അവർ നന്നായി ആനന്ദിച്ചു. മനസ്സിലായോ? they cheered, അവർ നന്നായി ആനന്ദിച്ചു. ഇതോ they cheered the band, അവർ ഒരു കൂട്ടം ആളുകളെ എന്ത് ചെയ്തു? ആനന്ദിപ്പിച്ചു. മറ്റേത് അവര് ആനന്ദിച്ചു, ഇത് ആനന്ദിപ്പിച്ചു. അപ്പൊ ആരെ ആനന്ദിപ്പിച്ചു? ദി ബാൻഡ്. അപ്പൊ ഇതെന്ത് ചെയ്തു? ട്രാൻസിറ്റീവ് വെർബായി. ഏത്? ഈ രണ്ടാമത്തെ. അപ്പൊ ഫസ്റ്റോ അത് ഇൻട്രാൻസിറ്റീവ് ആയി. കാരണം രണ്ടും വെർബ് എന്നാണ് ഇവിടെ ഉള്ളത്, രണ്ടും ഒന്നാണ്. ചിയേർഡ് എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. ദേ ചിയേർഡ്, അവർ ആനന്ദിച്ചു. അപ്പൊ മറ്റേത് ദേ ചിയേർഡ്, അവർ ആനന്ദിപ്പിച്ചു. രണ്ടും വേർഡ് ഒന്ന് തന്നെ, പക്ഷെ എന്താവുന്നു? അത് കോണ്ടെക്സ്റ്റിനനുസരിച്ച്, ആ സന്ദർഭ സാഹചര്യത്തിനനുസരിച്ച് ചെയ്തിരുന്നത് ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് ആയി. മനസ്സിലായോ? ദേ ചിയേർഡ്, അവർ ആനന്ദിച്ചു. ഇതോ ദേ ചിയേർഡ്, അവർ ആനന്ദിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. ആരെ? ദി ബാൻഡ്, ഒരു കൂട്ടം ആളുകളെ അവർ സന്തോഷിപ്പിച്ചു. ചിയർ ഗേൾസ്. മനസ്സിലായോ? അപ്പൊ ചിയർ ഗേൾസ് എന്താവുന്നത്? സ്വന്തം ആനന്ദിക്കുകയും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താവുന്നു? രണ്ടും ഒരേ വെർബാവുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കോണ്ടെക്സ്റ്റിനനുസരിച്ച് അതെന്ത് ചെയ്തു? മാറി മറിയുന്നു. ട്രാൻസിറ്റീവായി ഇൻട്രാൻസിറ്റീവായി. പിന്നെ she left early. She left early. അവൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. She left, അവൾ നേരത്തെ പുറപ്പെട്ടു. മനസ്സിലായി? She left early, അവൾ നേരത്തെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് she left
home early. അവൾ നേരത്തെ തന്നെ വീട് വിട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? ഇവിടെയുള്ള ലെഫ്റ്റ് ഇതെന്തായി? ഇൻട്രാൻസിറ്റീവ് ആയി. മനസ്സിലായോ? ഇതെന്ത് ചെയ്തു? ഇൻട്രാൻസിറ്റീവ്. അവൾ നേരത്തെ പോയി. മനസ്സിലായോ? ഇതോ അവൾ നേരത്തെ തന്നെ വിട്ടുപോയി. അപ്പൊ എന്ത് വിട്ടു? വീട് വിട്ട് പോയി. മനസ്സിലായോ? അപ്പൊ എന്തായി? ഈ ലെഫ്റ്റ് ഇവിടെ വേറെ വേർഡ് അല്ല ഉപയോഗിച്ചത്. ഫസ്റ്റ് ഗോ എന്നും രണ്ടാമത് ലെഫ്റ്റ് എന്നല്ല ലീവ് എന്നതിന്റെ പാസ്റ്റ് ലെഫ്റ്റ് അല്ല ഉപയോഗിച്ചത്. എന്തുപയോഗിച്ചു? രണ്ട് സ്ഥലത്തും ലീവിന്റെ പാസ്റ്റ് ആയ ലെഫ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിച്ചു. പക്ഷെ സന്ദർഭത്തിനനുസരിച്ച് അത് മാറി. ഒന്നാമത്തേതില് ഇൻഡയറക്റ്റീവ് ആയി, രണ്ടാമത്തേതില് ഒന്നാമത്തേതില് ഇൻട്രാൻസിറ്റീവ് ആയി, രണ്ടാമത്തേതില് ട്രാൻസിറ്റീവ് ആയി. ഒന്നാമത്തേതില് മഫൂലില്ല, ഒബ്ജക്റ്റ് ഇല്ല. എന്തു? അവൾ പോയി. അവൾ നേരത്തെ വീട് വിട്ടു. മനസ്സിലായോ? അപ്പൊ വീട് വിട്ടു എന്നതെന്തായി? വീട്ടിലേക്ക് അവള് വീട് എന്ന ഒബ്ജക്റ്റിലേക്ക് എന്താവുന്നു? ഈ ലെഫ്റ്റ് എന്നത് എന്താവുന്നു? ആവശ്യമായി വരുന്നു, തേടി വരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇത് ട്രാൻസിറ്റീവും ഇത് ഇൻട്രാൻസിറ്റീവും ആയി. അപ്പൊ ഉദാഹരണ സഹിതം പറഞ്ഞു. ഇനി ഹെൽപ്പിംഗ് വേർബ്സ്, സഹായക ക്രിയകൾ അല്ലെങ്കിൽ ലിങ്കിങ് വേർബ്സ്, രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന വെർബുകൾ. ഉദാഹരണം വാസ്, വേർ, ബി, പിന്നെ ആറ്, പിന്നെ ആമ്. മനസ്സിലായോ? ഇത് എന്താണ്? അയാം പോലീസ്മാൻ എന്നതിനുള്ള വെർബല്ല. മനസ്സിലായോ? അയാം പോലീസ്മാൻ അങ്ങനെയുള്ള ഈ ആമുകൾ എന്താവുന്നു? അത് ഇൻട്രാൻസിറ്റീവ് ആവുന്നു. മനസ്സിലായോ? ലിങ്കിങ് വെർബ്സ്, രണ്ടിനെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ക്രിയകൾ. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താവുന്നു? ഹെൽപ്പിംഗ് വെർബ്, സഹായക ക്രിയകൾ. അതാണ് ഏത്? വാസ്, വേർ, ബി, ആറ്, ആമ്. മനസ്സിലായോ? അങ്ങനെയുള്ള സഹായക ക്രിയകൾ എന്താവുന്നു? ആർ ഓൾവേസ് ആകുന്നു. ഓൾവേസ് എപ്പോഴും ആകുന്നു. എന്ത്? ഇൻട്രാൻസിറ്റീവ്. അപ്പൊ സഹായക ക്രിയകൾ എപ്പോഴും എന്തായിരിക്കും? ഇൻട്രാൻസിറ്റീവ് ആയിരിക്കും. ആ സഹായക ക്രിയകൾ ഒരു കാലത്തും ട്രാൻസിറ്റീവ് ആവുകയില്ല, മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്നത് ആവുകയില്ല. മനസ്സിലായോ? അപ്പൊ ലിങ്കിങ് വേർബ്സ് ആൻഡ് പിന്നെ ഏത്? ഹെൽപ്പിംഗ് വെർബ്, സഹായക ക്രിയകളും മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്ന ക്രിയകളും. അതാണ് ഹെൽപ്പിംഗ് വെർബ്, സഹായക ക്രിയ. പിന്നെ ലിങ്കിങ് വെർബ്, മറ്റൊന്നിനെ ബന്ധിപ്പിക്കുന്ന വെർബുകൾ. അതാണ് ഇങ്ങനെയുള്ള വെർബുകൾ. ഇങ്ങനെയുള്ള വെർബുകൾ ആർ ഓൾവേസ് ആകുന്നു, എപ്പോഴും ആകുന്നു. എന്ത്? ഇൻട്രാൻസിറ്റീവ് വെർബ്. മനസ്സിലായോ? അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബ് ആകുന്നു എപ്പോഴും ഏത്? ഇങ്ങനെയുള്ള ലിങ്കിങ് വെർബുകൾ. അപ്പൊ പിന്നെ വൺ മോർ തിങ്, ഒരു കാര്യം കൂടി. മനസ്സിലായോ? വൺ മോർ തിങ്, ഒരു കാര്യം കൂടി. ഇൻ ഡിക്ഷണറിയിൽ മനസ്സിലായോ? ഡിക്ഷണറിയിൽ എന്ത് കാണാം നിങ്ങൾക്ക്? ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് കാണാം എന്ത്? വി ഐ എന്നും കാണാം. പിന്നെ എന്ത് കാണാം? വി ടി എന്നും കാണാം. മനസ്സിലായോ? അപ്പോൾ ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? വി ഐ എന്നും കാണാം, പിന്നെ വി ടി എന്നും കാണാം. മനസ്സിലായോ? അപ്പോ വി ടി എന്നും കാണാം. ഈ വി ഐ എന്ന് പറഞ്ഞാൽ എന്ത്? മീൻസ്, അത് അർത്ഥമാക്കുന്നു. എന്താണ് അർത്ഥമാക്കുന്നത്? വെർബ് ഇൻട്രാൻസിറ്റീവ്. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താവുന്നു? ഈ വി ഐ അർത്ഥമാക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇൻട്രാൻസിറ്റീവ് ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് കാണാം എന്ത്? വി ഐ എന്താണ്? മീൻസ്, അത് അർത്ഥമാക്കുന്നു എന്ത്? ഇൻട്രാൻസിറ്റീവ് വെർബ്. ആൻഡ് വി ടി എന്നത് എന്താകുന്നു? അർത്ഥമാക്കുന്നു എന്ത്? ട്രാൻസിറ്റീവ് വെർബ്. മനസ്സിലായോ? ട്രാൻസിറ്റീവ് വെർബ് എന്ന് അർത്ഥമാക്കുന്നു ഡിക്ഷണറിയിൽ. വി ടി എന്നതും വി ഐ എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ് വെർബ്, മഫൂലിലേക്ക് വിട്ടുകിടക്കാത്ത വെർബാണ് ഏത്? വി ഐ എന്നിട്ട് കൊടുത്ത് സൂചിപ്പിക്കുന്ന വെർബുകൾ. വി ടി ഇട്ട് കൊടുത്ത് സൂചിപ്പിക്കുന്നത് ട്രാൻസിറ്റീവ്, മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്ന വെർബുകളും ആവുന്നു. മനസ്സിലായല്ലോ? അപ്പോ പാഠങ്ങൾ നന്നായി പഠിക്കുക. ഹോംവർക്ക് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തരും. അപ്പോൾ അതതിനൊക്കെ ചെയ്യാം. അസ്സലാമു അലൈക്കും. കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നോട് വിളിക്കുക. മനസ്സിലായോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.